നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ ട്രെയിനിന് മുന്നിലേക്ക് എടുത്ത് ചാടി മരിച്ച സംഭവത്തിൽ നിർണായക വിവരം പുറത്തുവരികയാണ്. സ്വന്തം അച്ഛൻ തന്നെയാണ് ഈ വിവരം പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മേഘയുടെ സഞ്ചയന ദിവസമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ സുഹൃത്തുക്കളോട് ഒരുപാട് അടുത്ത് ജോലി ചെയ്യുന്ന മേഘയോടൊപ്പം ജോലി ചെയ്തിരുന്ന സുഹൃത്തുക്കൾ നൽകിയ നിർണായക വിവരമാണ് അദ്ദേഹം പോലീസിന് കൈമാറിയതിനു ശേഷം മാധ്യമങ്ങൾക്ക് കൈമാറുന്നത്. അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് തന്റെ മകൾ സാമ്പത്തിക ചൂഷണം നേരിട്ടിരുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക ചൂഷണം നേരിടാനുള്ള കാരണം എന്നത് അദ്ദേഹം തെളിവ് സഹിതമാണ് പറയുന്നത്. മേഘയുടെ അക്കൗണ്ടിൽ 80 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അദ്ദേഹം പുറത്തു പറയുന്നത്. എങ്ങനെ പോയാലും സാമ്പത്തികപരമായി നിൽക്കുന്ന ഒരു മാസം ഏകദേശം 1 ലക്ഷത്തിനടുത്ത് ശമ്പളം ലഭിച്ചിരുന്ന മേഘ ഈ തുകയെല്ലാം തന്നെ നൽകിയിരുന്നത് മേഘ ഈ കാമുകന് വേണ്ടിയിട്ടായിരുന്നു എന്നാണ് അച്ഛൻ പറയുന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ഇതിന്റെ എല്ലാ തെളിവുകളും അച്ഛൻ ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുണ്ട്. സുഗാന്ത് സുരേഷ് എന്ന മലപ്പുറംകാരനായ യുവാവാണ് ഈ മേഘയിൽ നിന്നും പണമെല്ലാം തന്നെ തട്ടിയെടുത്തത് എന്നാണ് പറയുന്നത്. സുഗാന്ത് ചോദിച്ചപ്പോൾ ഓരോ മാസവും പണം നൽകിയിരുന്നത് മേഘ ഒന്നും മടികൂടാതെ നൽകിയിരുന്നു എന്ന് പറയുന്നു. സാമ്പത്തികപരമായി മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്തതിനാൽ തന്നെ മേഘയുടെ മാസ ശമ്പളം ഒന്നും തന്നെ വീട്ടിലേക്ക് നൽകിയിരുന്നതോ അല്ലെങ്കിൽ വീട്ടുകാർ ചോദിക്കുകയോ ചെയ്തിരുന്നില്ല. അവൾ അവളുടെ ആവശ്യത്തിന് സമ്പാദിക്കുന്നു, അത് അവൾ തന്നെ സൂക്ഷിക്കട്ടെ എന്നൊരു ചിന്താഗതിയായിരുന്നു ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നത്. സുഹൃത്തുക്കളോടൊക്കെ തന്നെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനായി പണം കടം ചോദിക്കും. അപ്പോൾ ആ ഘട്ടത്തിൽ സുഹൃത്തുക്കൾ ചോദിക്കും, എന്തിനാണ് നിനക്ക് ഇത്രയും ബുദ്ധിമുട്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മേഘ പറഞ്ഞിരുന്നത് വീട്ടിലേക്ക് അയച്ചിരുന്നു എന്നാണ്. പക്ഷെ അച്ഛൻ ചോദിക്കുന്നത് 1 രൂപ പോലും മേഘ വീട്ടിലേക്ക് അയച്ചിരുന്നില്ല. അപ്പോൾ ഏത് വീട്ടിലേക്കാണ് അയച്ചിരുന്നത് എന്നാണ്. മേഘ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലാണ് ക്യാമ്പിന് പോകുന്നത്. അവിടെ നിന്നുമാണ് ഈ സുഹൃത്തിനെ പരിചയപ്പെടുന്നത്. ഈ IB ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയായ സുഗാന്ത് സുരേഷിനെ പരിചയപ്പെടുന്നത്. ഈ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം മേഘയ്ക്ക് അച്ഛൻ ഒരു കാറ് ഗിഫ്റ്റായി നൽകിയിരുന്നു. ഈ മേഘയും ഈ സുഗാന്ത് തമ്മിലുള്ള പ്രണയം എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത് എന്ന ചോദ്യത്തിനാണ് അച്ഛൻ പറയുന്നത് കാർ ഗിഫ്റ്റായി നൽകിയിരുന്നു. ആ കാർ എറണാകുളം ഭാഗത്ത് കറങ്ങി നടക്കുന്നത് കണ്ടിരുന്നു എന്നുള്ളത്. ഒരു പക്ഷേ അച്ഛന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അച്ഛൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, സുഗാന്ത് സുരേഷ് ആണ് ഇതിനൊക്കെ പിന്നിൽ. സുഗാന്ത് ഈ മേഘയുടെ കയ്യിൽ നിന്നും പണം ചോദിച്ചു വാങ്ങിയിരുന്നു, പണം ചൂഷണം ചെയ്തിരുന്നു. ഫെബ്രുവരി മാസത്തെ മുഴുവൻ ശമ്പളവും സുഗാന്തിനാണ് നൽകിയത് അടക്കമുള്ള തെളിവുകൾ സഹിതം ഇപ്പോൾ അച്ഛൻ പറയുകയാണ്. അച്ഛന്റെ വാക്കുകളിലേക്ക്. പിന്നീട് അവക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലും പൈസ ഇല്ല എന്ന് കൂട്ടുകാരോട് പറഞ്ഞ അവസ്ഥ വരെ ഉണ്ടായെന്ന് അവര് ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വന്നവര്, സഞ്ചയനത്തിന് വന്നവരാണ് അത് പറഞ്ഞത്. അവർ ഊണ് കഴിക്കാൻ വിളിക്കുമ്പോൾ എന്റെ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ദീർഘകാലം എന്ന് പറഞ്ഞാൽ ഇവര് ഒരുമിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു ജോധ്പൂർ, രാജസ്ഥാനിലെ ജോധ്പൂരിൽ വെച്ച്. അവിടെ മുതലാണ് ഈ പരിചയം തുടങ്ങുന്നത്. സുഗാന്ത് സുരേഷ് അവളൊന്നും പറഞ്ഞില്ല, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത് ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന്. നേരത്തെ, അതായത് ട്രെയിനിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അവൾക്കൊരു കാറ് മേടിച്ചു കൊടുത്തു. ഈ കാറ് അവിടേക്ക് കൊടുത്തതിന്റെ പിറ്റേ ദിവസം എറണാകുളം ടോൾ പ്ലാസയിൽ കടന്നു പോയതായും അവിടെ നിന്ന് ഇത്ര രൂപ ഈടാക്കിയതായും എനിക്ക് മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കാറ് മോഷണം പോയതാണെന്നും പറഞ്ഞ് ഞാൻ അവളെ വിളിച്ചു. അപ്പോഴാണ് അവൾ അവിടെ ഇല്ല, എറണാകുളത്താണെന്ന് മനസ്സിലായത്. അപ്പോഴാണ് കൂടെ ഇവനുണ്ടായിരുന്നെന്ന് മനസ്സിലാകുന്നത്. അവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ് അവിടെ അമ്മയോട് പറഞ്ഞത്. എന്നോട് നേരിട്ട് പറഞ്ഞില്ല, അമ്മയോട് പറഞ്ഞത്. അതെ, ഈ ഫ്രണ്ട്സാണ് ഇപ്പൊ പറയുന്നത്. ഇവിടെ അവർക്ക് കയ്യിൽ പൈസ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയെന്നും ഭയങ്കര വിഷമത്തിലായിരുന്നു, ആരോട് സംസാരിക്കുന്നില്ല എന്നും പറഞ്ഞത്. ഇല്ലേ, പറഞ്ഞിട്ടില്ല. ഈ ഇദ്ദേഹത്തെ പറ്റി അവരോടൊന്നും പറയുന്നില്ല. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് നമുക്കിതെല്ലാം മനസ്സിലാകുന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഒരു ആവശ്യത്തിന് പൈസ കുറച്ച് വീട്ടിലേക്ക് കൊടുത്തു, അതുകൊണ്ട് എന്റെ പൈസ ഒന്നും ഇല്ലെന്നാണ് അവരോട് പറഞ്ഞതായിട്ടാണ് അവർ പറഞ്ഞത്. വീട്ടിലേക്ക് കൊടുത്തു താറ്റ്. അപ്പൊ ഏത് വീട്ടിലേക്കാ ആണെന്ന് അവർക്ക് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ വീട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ ഉദ്ദേശിക്കുക. ഇപ്പോഴും വളരെ ഗ്ലൂമി ആയിട്ട് വളരെ സന്തോഷമൊന്നും ഇല്ലാതാണ് പല ദിവസവും നടന്നിരുന്നതെന്ന് ഇപ്പൊ കൂട്ടുകാരിപ്പോ പറഞ്ഞു. എല്ലാ അക്കൗണ്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ടു, പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തിട്ടു. ഇപ്പൊ നമ്മൾ എവിഡൻസ് ഓരോന്ന് കൊടുക്കുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഇനി ലാപ്ടോപ്പ് പരിശോധിക്കണം, മൊബൈൽ പരിശോധിക്കണം. അപ്പൊ ഇത് കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവര് എന്താണോ പറയുന്നത് അതിലൊന്നും ഇല്ല എന്ന് പറയുമ്പോഴല്ലേ നമുക്ക് അന്വേഷണത്തിൽ ശരിക്കും നടക്കുന്നില്ല എന്ന് മനസ്സിലാവുകയുള്ളൂ.
ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെയധികം വേദനാജനകമായിരുന്നു അച്ഛൻ പറഞ്ഞ വാക്കുകൾ, അച്ഛൻ പ്രതികരിച്ചത്. അതായത് ഒന്നും അറിയാതെ ഒരു അച്ഛനും അമ്മയും അവിടെ ജീവിക്കുകയായിരുന്നു. തനിക്കുള്ളത് ഏക മകളാണ്. ആ ഏക മകളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അവൾ ഒരു ചതിക്കുഴിയിൽ ചെന്ന് വീഴുകയും ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന്റെയൊക്കെ തന്നെ ഫലമായി അവളുടെ ജീവിതവും ജീവനും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും IB ഉദ്യോഗസ്ഥ സ്നേഹിച്ചിരുന്ന കൊച്ചിയിൽ ജോലി ചെയ്യുന്ന IB ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനായി പോലീസ് നടക്കുന്നുണ്ട്. ഈ സുഗാന്ത് സുരേഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. ഇന്ന് സഞ്ചാനയത്തിൽ പങ്കെടുക്കാൻ എത്തിയ സുഹൃത്തുക്കളിൽ നിന്നുമാണ് വളരെ നിർണായകമായ വിവരങ്ങൾ അച്ഛന് ലഭിച്ചിരിക്കുന്നത്. അത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. പോലീസ് അപ്പോഴും എന്തുകൊണ്ടാണ് ഈ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തില്ല, പോലീസിനോട് ഇക്കാര്യങ്ങളൊന്നും സുഹൃത്തുക്കൾ പറഞ്ഞില്ലേ എന്നടക്കമുള്ള ചോദ്യവും തന്നെ ഉയരുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട മകളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നത്. സത്യത്തിൽ അച്ഛന്റെ ഒരു ദയനീയ അവസ്ഥയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല സ്ഥലത്ത് വെച്ചും ATM കാർഡ് മുഖേനയും സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട്. ഉച്ചസമയത്ത് ഭക്ഷണം കഴിക്കാൻ പണമില്ലാത്തതിനാൽ വരുന്നില്ല എന്ന് സുഹൃത്തുക്കളോട് പറയേണ്ടി വരുന്ന ഒരു ഗതികേടാണ് സത്യത്തിൽ IB ഉദ്യോഗസ്ഥയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 13 മാസമായിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നല്ല ഉന്നത പോസ്റ്റിലിരിക്കുന്ന, അതായത് IB ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഉന്നത പോസ്റ്റിൽ പദവിയിലിരിക്കുന്ന ഈ മേഘയുടെ കയ്യിൽ വെറും 80 രൂപ മാത്രമേ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. കുറഞ്ഞത് ഒരു 50,000 രൂപയെങ്കിലും കുറഞ്ഞത് വേണ്ടതായിരുന്ന ഇടത്താണ് ഇപ്പോൾ 80 രൂപ മാത്രം ഉള്ളത്. എങ്ങോട്ടാണ് ഈ പണം അത്രയും പോയത് എന്ന ചോദ്യത്തിലാണ് അച്ഛന് വ്യക്തമായ ഉത്തരം ലഭിച്ചിരിക്കുന്നത്. ഇത് മലപ്പുറം സ്വദേശിയുടെ കയ്യിൽ തന്നെയാണ് പോയത്. ഫെബ്രുവരി 28-ന് കിട്ടിയ ശമ്പളം അടക്കം ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ജോലിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും മാസ അവസാനമാണ് ശമ്പളം കിട്ടുന്നത്. ഇപ്പോൾ മാർച്ച് മാസത്തെ ഈ ശമ്പളം ലഭിക്കുന്നത് ഫെബ്രുവരി അവസാനത്തോടു കൂടിയായിരിക്കും. ഏപ്രിൽ അത് കിട്ടുന്നത് മാർച്ച് അവസാനത്തോടു കൂടിയായിരിക്കും. സംസ്ഥാന സർക്കാരിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ സാധാരണ സർക്കാർ ജോലി ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന പോലെ തന്നെ 1-ാം തീയതി ശമ്പളം ലഭിക്കുന്ന ഒരു രീതിയല്ല. ഫെബ്രുവരി അവസാനത്തോട് അല്ലെങ്കിൽ മാസ അവസാനത്തോടു കൂടി തന്നെ ശമ്പളം ലഭിക്കുന്ന രീതിയാണ് ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് എപ്പോഴും ഉള്ളത്. അത്തരത്തിൽ ശമ്പളം ലഭിച്ചിരുന്ന ഈ ഒരു മേഘയുടെ അക്കൗണ്ടിൽ നിന്നും ആ നിമിഷം തന്നെ ഫുൾ എമൗണ്ടും ട്രാൻസ്ഫർ ചെയ്ത രീതിയിലാണ് ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ മലപ്പുറം സ്വദേശിയെ പൂർണ്ണമായും പൂട്ടാൻ തന്നെയാണ് നീക്കം. എല്ലാ മാസവും ഇത്തരത്തിൽ പണമിടപാട് നടന്നിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇനി മേഘയുടെ ATM-ഉം ഇയാളുടെ കയ്യിലാണോ എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരമാണ് ഇനി പുറത്തു വരേണ്ടത്. ഇനി അങ്ങനെ തന്നെയാണോ എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും മാസ ചെലവിനായി മേഘയ്ക്ക് ഇയാളാണ് കുറച്ച് പണം നൽകി കൊടുത്തുകൊണ്ടിരുന്നത്. ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ നിന്നും വ്യക്തമാകുന്നതാണ് ഈ വിവരങ്ങളൊക്കെയും. മലപ്പുറം ജില്ലയിലെ എടപ്പാട് സ്വദേശിക്കെതിരെയാണ് മേഘയുടെ കുടുംബം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ജോലി സംബന്ധമായിട്ടുള്ള പരിശീലന കാലത്താണ് ഇയാളുമായി മേഘ പരിചയത്തിലാകുന്നത്. ഇയാളുമായി ഇഷ്ടത്തിലായിരുന്നുവെന്നാണ് മകൾ വീട്ടിൽ പറഞ്ഞിരുന്നത്. മകൾക്ക് വാങ്ങി നൽകിയ കാറ് എറണാകുളം ടോൾ കടന്നതായി സന്ദേശം ലഭിച്ചതിന് പിന്നാലെയാണ് കാറ് മോഷണം പോയതാണ് എന്ന ധാരണയിലാണ് മകളെ വിളിച്ചപ്പോഴാണ് മലപ്പുറം സ്വദേശിക്കൊപ്പം എറണാകുളത്താണ് മേഘയുള്ളത് എന്ന ഞെട്ടിക്കുന്ന വിവരം അച്ഛൻ അറിയുന്നത്. ഇതിന് പിന്നാലെയാണ് ഇയാളുമായുള്ള പ്രണയത്തിലാണ് താനെന്ന കാര്യം ഭാര്യയോട്, അതായത് മേഘയുടെ അമ്മയോട് മേഘ തുറന്നു പറയുന്നത്. അച്ഛനോട് ഇക്കാര്യമൊന്നും തന്നെ വെളിപ്പെടുത്തിയിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ അച്ഛൻ ഇക്കാര്യങ്ങളൊന്നും തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നില്ല. കാരണം ഇപ്പോൾ മേഘ മരിച്ച ഇന്ന് സഞ്ചാരം നടക്കുകയാണ്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ആരോപണ വിധേയനായി മലപ്പുറം സ്വദേശി അറസ്റ്റ് ചെയ്യാത്തത് തന്നെയാണ് അച്ഛനെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ സുഹൃത്തുക്കൾ നൽകിയിരിക്കുന്ന നിർണായക വിവരം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനായി അച്ഛനെ പ്രേരിപ്പിച്ചത്. എന്തായാലും ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്.